ഞാൻ പോയി വെറ്ററി കോളേജിൽ പോയി ജോയിൻ ചെയ്തു. അച്ഛൻ എന്നെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചു. വെറ്ററി കോളേജ് ചെന്നപ്പോഴത്തേക്ക് അതൊരു മായാലോകം തന്നെയായിരുന്നു. സാർ എവിടെയാണ് വെറ്ററിനറി കോളേജ് ആ കാലത്ത്? അന്ന് 1987 87 നവംബറിലാണ് ഞാൻ വെറ്ററി കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. വെറ്ററി കോളേജ് അന്ന് ഒന്നേ ഉള്ളൂ, തൃശ്ശൂർ മണ്ണുത്തി വെറ്ററി കോളേജ്. ഇപ്പോഴും ഇല്ല അതവിടെ? ഉണ്ട്. പിന്നെ ഇപ്പം ഒന്നും കൂടി മറ്റേ വയനാടും ഉണ്ട് അല്ലേ? വയനാട് പൂക്കോട് ഒരു കോളേജ് കൂടെ 2004 തുടങ്ങി. അപ്പോൾ 2 വെറ്ററി കോളേജുകൾ ഇപ്പോൾ ഉണ്ട്. അന്ന് ഞങ്ങളുടെ വെറ്ററി കോളേജ്, മണ്ണുത്തി വെറ്ററി കോളേജ് കാർഷിക സർവകലാശാലയുടെ കീഴിലായിരുന്നു. ഇന്നത് വെറ്ററി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, അതിൻ്റെ കീഴിലാണ് 2 കോളേജുകളും. അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അന്ന് ഞങ്ങളുടെ വെറ്ററി കോളേജ് തൃശ്ശൂരിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ, പാലക്കാട്ടോട്ട് പോയി കഴിഞ്ഞാൽ മണ്ണുത്തി എത്തും. ഈ മണ്ണുത്തിയെ പറ്റിയൊക്കെ ഞാൻ വളരെ ശാന്തസുന്ദരമായ ഗ്രാമമെന്നും ആ ഗ്രാമത്തിൻ്റെ ഭംഗികളൊക്കെ വിവരിച്ചുകൊണ്ടാണ് എൻ്റെ പുസ്തകത്തിൽ ഞാൻ കുറേ പറയുന്നുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു 5-10 കൊല്ലം മുമ്പേ എൻ്റെ ഒരു നായനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മണ്ണുത്തി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അത് ഇപ്പം സിറ്റിയൊക്കെ ആയിപ്പോയെങ്കിലും ആ ക്യാമ്പസിനൊരു ഭംഗിയുണ്ട് ഇപ്പോഴും. അതൊരു ഭംഗിയുള്ള ക്യാമ്പസാണ്, മരങ്ങളും ഇതൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു മനോഹര ക്യാമ്പസാണ്. അന്നിങ്ങനൊന്നുമല്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് മരങ്ങളൊന്നും ഇന്നില്ല ശരിക്കും. അന്നൊക്കെ 537 ഹെക്ടറാണ്, 537 ഹെക്ടേഴ്സാണ് മണ്ണുത്തി വെറ്ററി കോളേജ് ആ ക്യാമ്പസ്. ആ ക്യാമ്പസിൻ്റെ അകത്ത് ഒരുപാട് പൂമരങ്ങളുണ്ട്. ഈ ഓരോ പൂമരത്തിനും ഓരോ കഥ പറയാനുണ്ട്. അത്ര മനോഹരമായ പൂമരങ്ങളാണ്. ചുമപ്പും മഞ്ഞയും പൂക്കളൊക്കെ ഉള്ള പല പല പൂമരങ്ങൾ. ഈ പൂക്കാലം ഈ ഡിസംബർ ജനുവരി മാസമൊക്കെ ആകുമ്പോൾ ഇടവഴിയും കാലവും, അത് കഴിയുമ്പോഴത്തേക്കോട്ട് പൂക്കാലവും കൂടെ വരും. എന്തൊരു ഭംഗി എന്നൊരു ക്യാമ്പസ്, അത്ര വന്യ ഭംഗിയാണിത്. വല്ലാത്ത ക്യാമ്പസാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ക്യാമ്പസ് മറക്കാൻ പറ്റില്ല. വെറ്ററി കോളേജ് ഏറ്റവും വെറ്ററി കോളേജ് ഇഷ്ടപ്പെടുന്നവർ, വെറ്ററി കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്നവർ ആദ്യം ഇഷ്ടപ്പെടുന്നത് ക്യാമ്പസാണ്.